വളവില്ലാത്ത നല്ല കാതലുള്ള മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുക. വളരെയധികം നന്മകളുള്ളവരെയാണ് ദുഷ്ടന്മാർ ദ്രോഹിക്കുകയും സുഹൃത്തുക്കളും ബന്ധുക്കളും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത്. ജാഗ്രത. ചാണക്യതന്ത്രങ്ങൾ. നല്ലവരാകരുത് എന്നല്ല ചാണക്യൻ പറഞ്ഞതിന്റെ അർത്ഥം. എവിടെ നന്മ ചെയ്യണം, എവിടെ തന്ത്രപരമായി നീങ്ങണം എന്നറിയണം. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ചതിവ് പറ്റാതിരിക്കാനും ജീവിതത്തിൽ വിജയിക്കുവാനും ആവശ്യമായ തന്ത്രങ്ങൾ അറിയുവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് എഴുതപ്പെട്ട നിയമങ്ങൾ മാത്രമല്ല, ചില എഴുതപ്പെടാത്ത നിയമങ്ങളുമുണ്ട്, അല്ലേ? അപ്പോ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ചാണക്യനെ പോലുള്ളവരുടെ പഴയകാലത്തെ അറിവുകളിൽ നിന്നും ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള ചില തന്ത്രങ്ങൾ. റെഡിയല്ലേ? നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു സുഹൃത്ത് നിങ്ങളെ എപ്പോഴെങ്കിലും മുതലെടുത്തിട്ടുണ്ടോ? അതായത്, നിങ്ങൾക്കൊരു സഹായം വേണ്ടപ്പോൾ അവർ അവിടെ കാണില്ല, പക്ഷേ അവരുടെ ആവശ്യം വരുമ്പോൾ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരും. അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് പേർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ വാക്കുകൾ കേൾക്കാൻ നല്ല രസമായിരിക്കും, പക്ഷേ പ്രവർത്തികളോ അത് നേരെ തിരിച്ചായിരിക്കും. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇത് മനുഷ്യബന്ധങ്ങളിൽ ഒരു അടിസ്ഥാന നിയമം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടുണ്ടാവുന്നൊരു പ്രശ്നമാണ്. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ തത്വത്തിലേക്ക് കടക്കാം. ഇതാണ് ഏറ്റവും പ്രധാനം. വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ് കാര്യം. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം, അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ അവർ പറയുന്നത് കേൾക്കരുത്, അവർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കണം. ഈ കാണുന്നത് പോലെ തന്നെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ആർക്കും വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ്. എന്നാൽ ശരിക്കും ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്ന പ്രവൃത്തികളാണ് യഥാർത്ഥ സപ്പോർട്ട്. അല്ലെങ്കിൽ സോറി എന്ന് പറയാൻ എന്താണ് ഇത്ര പാടല്ലേ? പക്ഷേ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ, അതോ ആ തെറ്റ് തിരുത്താൻ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആ പ്രവൃത്തിയാണ് അവരുടെ ആത്മാർത്ഥതയുടെ അളവുകോൽ. അതുകൊണ്ട് ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: പ്രവൃത്തികൾ ഒരിക്കലും കള്ളം പറയില്ല. ഒരാളെ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന വാക്കുകളങ്ങ് മാറ്റിവെച്ചിട്ട് അവർ എന്തു ചെയ്യുന്നു എന്ന് മാത്രം ശ്രദ്ധിച്ചു നോക്കുക. അത്രയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ തത്വത്തിലേക്ക് പോകാം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നിയേക്കാം, പക്ഷേ ഇതാണ് സത്യം. മിക്കവാറും എല്ലാവരും കളിക്കുന്നത് അവരവരുടെ കാര്യത്തിനു വേണ്ടിയാണ്. ഓരോരുത്തരുടെയും സ്വാർത്ഥ താൽപ്പര്യമാണ് അവരുടെ തീരുമാനങ്ങൾക്ക് പിന്നിലെ പ്രധാന ശക്തി. അതായത്, ഈ ലോകം ഓടുന്നത് ശരി, തെറ്റ്, ന്യായം എന്നൊക്കെ പറഞ്ഞിട്ടല്ല. അതിൻ്റെ യഥാർത്ഥ കറൻസി എന്ന് പറയുന്നത് സ്വാധീനമാണ്. നിങ്ങൾക്ക് എന്തുമാത്രം സ്വാധീനിക്കാൻ കഴിയുമെന്നതിലാണ് കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓഫീസിൽ നിങ്ങളുടെ ഒരു ഐഡിയ എല്ലാവരും കേൾക്കുന്നത് അത് നല്ലതായതുകൊണ്ട് മാത്രമല്ല, ആ ടീമിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇതാണ് ഈ കളിയുടെ ഒരു രീതി. ഈ കളിയിലെ ചില പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീതി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു തോന്നൽ മാത്രമാണ്. സ്വാധീനമാണ് റിയൽ. അധികാരമുള്ളവർ നിയമങ്ങളൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിക്കും. പിന്നെ ശത്രുക്കൾ പലപ്പോഴും വരുന്നത് കൂട്ടുകാരുടെ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നാണ് ഏറ്റവും വലിയ ചതികൾ പലപ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ തത്വത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ബലഹീനതകൾ എപ്പോഴും മറച്ചുവെക്കുക. നമ്മുടെ വിഷമങ്ങളും കുറവുകളും എല്ലാവരോടും തുറന്നു പറയുന്നത് എങ്ങനെ ഒരു അബദ്ധമാകുമെന്ന് നമുക്ക് നോക്കാം. ഈ വാചകം നന്നായി ശ്രദ്ധിക്കുക. ബലഹീനത പ്രകടിപ്പിക്കുന്നത് ആക്രമണത്തെ ക്ഷണിച്ചു വരുത്തും. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം ഒരു മത്സരക്കള്ളം പോലെയാണ്. അവിടെ എല്ലാവരും നമ്മളോട് ദയ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും കഴിയുന്നതും സ്വകാര്യമായി വയ്ക്കുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ ചിലർക്ക് സഹതാപം തോന്നിയേക്കാം, പക്ഷെ മറ്റു ചിലർക്ക് അത് നിങ്ങളെ മുതലെടുക്കാനുള്ളൊരവസരമാണ്. അതുകൊണ്ട് എപ്പോഴും പുറമേക്കൊരു കരുത്ത് പ്രകടിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ട് നിരാശപ്പെടുകയൊന്നും വേണ്ട. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയാണ് വരുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതിനകം ഈ കളിയിലുണ്ട്. അതുകൊണ്ട് വെറുമൊരു കാഴ്ചക്കാരനായി മാറി നിൽക്കാതെ ഒരു കളിക്കാരനാകാൻ നിങ്ങൾ തീരുമാനിക്കണം. അതാണ് നിങ്ങളുടെ നീക്കം. അപ്പോൾ എങ്ങനെയാണ് ഒരു മികച്ച തന്ത്രശാലിയായ കളിക്കാരനാകാൻ കഴിയുക? വളരെ സിമ്പിളാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. 1. നിരീക്ഷിക്കുക. ആളുകൾ പറയുന്നത് വിട്ടിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് കാണുക. 2. മനസ്സിലാക്കുക. ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരവരുടെ താൽപ്പര്യങ്ങളാണെന്ന് തിരിച്ചറിയുക. 3. പ്രവർത്തിക്കുക. എന്തെങ്കിലും സംഭവിക്കാൻ കാത്തു നിൽക്കാതെ കരുത്തോടെയും വ്യക്തമായ പ്ലാനോടുകൂടിയും മുന്നോട്ടു പോവുക. അപ്പോ ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ജീവിതമെന്ന വലിയ കളിയിൽ നിങ്ങൾ കളിക്കാരനാണോ, അതോ മറ്റാരുടെയോ കളിയിലെ ഒരു കരു മാത്രമാണോ? ആ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊമോഷൻ കിട്ടുന്നത് മാത്രം മറ്റൊരാൾക്ക്. എന്തുകൊണ്ടാണിത്?
പുരാതന ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇതിനൊക്കെയുള്ള ഉത്തരം തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മോഡൽ ഓഫീസിലെ ഈ അധികാരത്തിന്റെ കളികൾ മനസ്സിലാക്കാൻ നമുക്ക് ചാണക്യന്റെ തന്ത്രങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതൊരു പക്ഷേ ജോലിസ്ഥലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു നിരാശയാണല്ലേ. നമ്മൾ വിചാരിക്കും കഠിനാധ്വാനം മാത്രം മതിയെന്ന്, പക്ഷെ പലപ്പോഴും അത് മാത്രം പോരാ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചാണക്യനിധിയിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം. നമ്മളെയൊക്കെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്ന ഒരു കരിയർ ഉപദേശമാണിത്, അല്ലേ? നന്നായി ജോലി ചെയ്യുക, സത്യസന്ധരായിരിക്കുക, നിയമങ്ങളൊക്കെ പാലിക്കുക, അപ്പോൾ അതിന്റെ പ്രതിഫലം നിങ്ങളെ തേടി വരും. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒഫീഷ്യൽ പ്ലേബുക്ക്. പക്ഷേ യാഥാർത്ഥ്യം ശരിക്കും ഇങ്ങനെയാണോ? ഓഫീസ് രാഷ്ട്രീയം ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? ആ പ്ലേബുക്കിലെ ആദ്യത്തെ നിയമം തന്നെ ചാണക്യൻ ചോദ്യം ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ റിയാലിറ്റി ചെക്ക്. അമിതമായി നല്ലവനായിരിക്കുന്നത് ചിലപ്പോൾ ഒരു അപകടമാണ്. ഇതൊരു ഭയങ്കര പവർഫുള്ളായ രൂപകമാണ്. ഇതൊന്നും നമ്മുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. ഒരു വളവും തിരിവുമില്ലാതെ എല്ലാ നിയമങ്ങളും അതേപടി അനുസരിക്കുന്ന, ആര് എന്ത് സഹായം ചോദിച്ചാലും ഇല്ല എന്ന് പറയാത്ത, എപ്പോഴും എല്ലാവരെയും സഹായിക്കാൻ റെഡിയായി നിൽക്കുന്ന ആ നല്ല സഹപ്രവർത്തകനെ ഒന്ന് ഓർത്തു നോക്കൂ. അവരെയല്ലേ പലപ്പോഴും ആളുകൾ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത്? അപ്പോൾ ഇതിനർത്ഥം നിങ്ങളൊരു മോശം വ്യക്തിയാകണം എന്നല്ല, ഒരിക്കലുമല്ല. പക്ഷേ എപ്പോഴും നല്ലവനായിരുന്നാൽ എപ്പോഴും പ്രതിഫലം കിട്ടും എന്നൊരു അന്ധവിശ്വാസമുണ്ടല്ലോ, അത് അപകടമാണെന്നാണ് ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അധികമായാൽ അമൃതും വിഷമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ തന്നെ. ഇതാണ് ആ വ്യത്യാസം. നിങ്ങൾ സ്വയം വിചാരിക്കുന്നത് എല്ലാവരും എന്നെ ഒരു വിശ്വസ്തനും ഹെൽപ്ഫുള്ളുമായ ആളായിട്ടാണ് കാണുന്നത് എന്നായിരിക്കും. പക്ഷേ ഒരു റിയലിസ്റ്റിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ഇവനോട് എന്തു വേണമെങ്കിലും പറയാം, ഇവൻ നോ പറയില്ല, എളുപ്പത്തിൽ മുതലെടുക്കാം എന്ന രീതിയിലായിരിക്കാം. നിങ്ങളുടെ നല്ല ഉദ്ദേശം അവരുടെ കാര്യസാധ്യത്തിനുള്ള ഒരു ടൂളായി മാറുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാന പാഠം എന്താണ്? ചാണക്യൻ ഒരിക്കലും ചീത്തയാകാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് സ്മാർട്ടാകണം. കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം വേണം. നിങ്ങളുടെ നന്മ മറ്റുള്ളവർക്ക് മുതലെടുക്കാനുള്ളൊരു ബലഹീനതയായി മാറാൻ ഒരിക്കലും അനുവദിക്കരുത്. ശരി, നമുക്ക് അടുത്ത റിയാലിറ്റി ചെക്കിലേക്ക് പോകാം. സ്ഥാനക്കയറ്റം കിട്ടാൻ നിങ്ങളുടെ കഴിവ് മാത്രം മതി എന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ചാണക്യന്റെ അടുത്ത ഉപദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊന്ന് ഞെട്ടിയേക്കാം. ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നാം, അല്ലേ? പക്ഷെ ചാണക്യൻ ഇവിടെ അർത്ഥമാക്കുന്നത് ലോകത്ത് നീതി എന്നൊന്നേയില്ല എന്നല്ല, മറിച്ച് ഈ ലോകം എപ്പോഴും നീതിയുക്തമായി പ്രവർത്തിക്കും, കഴിവിനുള്ള അംഗീകാരം താനേ വരും എന്നൊക്കെ അന്ധമായി വിശ്വസിക്കരുത് എന്നാണ്. അങ്ങനെയുള്ള വിശ്വാസം പലപ്പോഴും നമ്മളെ ചതിയിലേക്ക് നയിക്കും. അപ്പോൾ പിന്നെ ലോകം നീതിക്കല്ല പ്രാധാന്യം നൽകുന്നതെങ്കിൽ, വെറും കഴിവിനുമല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? കാര്യങ്ങൾ തീരുമാനിക്കുന്ന കഴിവിനും അപ്പുറത്തുള്ള ആ യഥാർത്ഥ ശക്തികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ജോലിസ്ഥലത്തെ യഥാർത്ഥ കറൻസി, സ്വാധീനം അല്ലെങ്കിൽ ലിവറേജ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള അധികാരം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ, കാര്യങ്ങൾ ചെയ്യാനുള്ള ശരിയായ സമയം, ഇതൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ്. ഉദാഹരണത്തിന്, ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നതിനെക്കുറിച്ച് മറ്റുള്ളവർ അറിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് വിവരം കിട്ടുന്നത് ഒരു തരം ലിവറേജാണ്. നിങ്ങളുടെ അഭിപ്രായത്തെ വിലമതിക്കുന്ന ഒരു സീനിയർ മാനേജറുമായുള്ള സൗഹൃദം മറ്റൊരു ലിവറേജാണ്. കഴിവ് മാത്രം പോരാ, അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ സ്വാധീനം കൂടിയേ തീരൂ. അതുകൊണ്ട് ഇവിടെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്: നിങ്ങളുടെ കഠിനാധ്വാനം ആരെങ്കിലും കണ്ട് തിരിച്ചറിയാൻ വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായി സ്വാധീനമുണ്ടാക്കാം, അതെങ്ങനെ അവസരങ്ങൾക്കായി ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠത്തിലേക്കാണ് കടക്കുന്നത്. അത് അധികാരഘടനകളെയും നിയമങ്ങളെയും കുറിച്ചാണ്. ചാണക്യന്റെ ഈ ഒരു നിരീക്ഷണം ഇന്നും എത്രത്തോളം പ്രസക്തമാണെന്ന് നോക്കൂ. എല്ലാ ഓഫീസിലും ഒരു റൂൾ ബുക്ക് ഉണ്ടാകും, പക്ഷേ ആ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല ബാധകമാകുന്നത്. നിങ്ങളുടെ സ്ഥാനവും സ്വാധീനവും അനുസരിച്ച് ആ നിയമങ്ങൾ ചിലപ്പോൾ വളയും, ചിലപ്പോൾ ഒടിയും. പലപ്പോഴും ഈ നിയമങ്ങൾ അധികാരത്തിലുള്ളവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ കമ്പനിയുടെ റൂൾ ബുക്ക് വായിക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് ആ നിയമങ്ങൾ ശരിക്കും എങ്ങനെയാണ് ഓരോരുത്തരിലും പ്രയോഗിക്കപ്പെടുന്നത് എന്നാണ്. ഈ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. സംഭവം വളരെ ക്ലിയറാണ്. ഒരു സാധാരണ ജീവനക്കാരന് പ്രോജക്റ്റ് ഡെഡ്ലൈൻ എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. അത് പാലിച്ചേ പറ്റൂ. പക്ഷേ നല്ല സ്വാധീനമുള്ള ഒരാൾക്ക് അതൊരു ഗൈഡ് ലൈൻ മാത്രമായിരിക്കും. ചിലപ്പോൾ അവർക്കത് നീട്ടി വാങ്ങാൻ പറ്റും. അതുപോലെ ഒരു അനുമതി വാങ്ങാൻ നമ്മൾ പല ഫോമുകൾ പൂരിപ്പിച്ചു നടക്കുമ്പോൾ അവർക്കത് ചിലപ്പോൾ ഒരു ഫോൺ കോളിലോ ചായ കുടിക്കുന്നതിനിടയിലോ സാധിച്ചെടുക്കാൻ പറ്റും. ഇത് നിയമലംഘനമല്ല, ഇതാണ് അധികാരത്തിന്റെ കളി. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്കിതെല്ലാം ഒന്ന് ക്രോഡീകരിക്കാം. ഈ പാഠങ്ങളൊന്നും നിങ്ങളൊരു ക്രൂരനായ വ്യക്തിയാക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു തന്ത്രപരമായ അവബോധം നൽകാനാണ്.
ഒരു കാര്യം ഓർക്കണം, ഇതിന്റെയൊന്നും ലക്ഷ്യം മറ്റുള്ളവരെ ചതിക്കുക എന്നതല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഈ കളിയുടെ നിയമങ്ങൾ ശരിക്കും മനസ്സിലാക്കി നിങ്ങളുടെ കഠിനാധ്വാനവും കഴിവും ആരും മുതലെടുക്കാതെ സ്വയം സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പുതിയ പ്ലേബുക്ക്. വെറും 3 സ്റ്റെപ്പുകൾ. ഒന്നാമതായി, ഓഫീസിൽ ആരാണ് യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നത്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രണ്ടാമതായി, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കോണ്ടാക്ട്സ് ഇതൊക്കെ എങ്ങനെ നിങ്ങളുടെ സ്വാധീന ശക്തിയായി മാറ്റാമെന്ന് തിരിച്ചറിയുക. അവസാനമായി, എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ്, ഒരു മിതത്വം പാലിക്കുക. അപ്പോൾ ഓഫീസിലെ യഥാർത്ഥ കളികളുടെ നിയമങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ പഴയ ഔദ്യോഗിക നിയമപുസ്തകം ഇനി മാറ്റിവെക്കാം. ഈ പുതിയ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിനി എങ്ങനെ കളിക്കാനാണ് പോകുന്നത്? നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.